ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അത് ഇന്നത്തെ ചെമ്പനീർ പൂവിൽ പിച്ചെടുക്കുന്ന സുധിയുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കുന്നത്. ഭിക്ഷ എടുക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ സുധിയുടെ ഒരു യോഗം കൂടിയാണ് കേട്ടോ അത്. സുധിക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു യോഗമായിരിക്കും അത്. അതായത് സുധിയും ആനന്ദും കൂടിയിട്ട് പോയിട്ടുണ്ടല്ലോ സ്വാമിജീനെ കാണാൻ. സ്വാമിജിയെ കാണാൻ പോയ സമയത്ത് അവിടെ പോയിരിക്കുന്ന സമയത്ത് സുധി സ്വാമിജി ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ട്, നിങ്ങൾ എത്ര പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ നിർദ്ദേശാനുസരണം ജീവിച്ച് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സുധി സ്വാമിജിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിജി തിരിച്ച് ദേഷ്യം എന്ന് പറയുന്നത്, നിൻ്റെ ഈ നാക്കാണ് നിൻ്റെ പ്രശ്നം, വാ മൂടിയിരിക്കും, ഞാൻ പറയുന്നവരെ നീ വാക്ക് തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്വാമിജി ദേഷ്യപ്പെടാണ് സുധിയോട്. എന്നിട്ട് പറയാം, നിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ പറയണ്ട സ്വാമിജിയോട്, വേണ്ട, നിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. നിനക്ക് കുറേ ജോലി ചെയ്തു, പക്ഷെ അതൊന്നും നിനക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല, നീ അവിടെ നിന്നെല്ലാം പോകുന്നു, നിനക്കിപ്പോൾ പുറം നാട്ടിൽ പോയി ജോലി ചെയ്യണം, അതല്ലേ നിൻ്റെ പ്രശ്നം. അപ്പോൾ സ്വാമിജിക്ക് ഇതെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം, നിന്നോട് ഞാൻ വാ മൂടിയിരിക്കാനാണ് പറയും സ്വാമിജി. എന്നിട്ട് സ്വാമിജി പറയും, ഇതിനൊരു പരിഹാരമുണ്ട്, നിനക്കിപ്പോൾ അതിന് പോകാൻ പൈസ വേണം, നീ പിച്ച തണ്ടണം. പിച്ച തണ്ടാണോ? എനിക്ക് 7 ഡിഗ്രി ഉണ്ട് സ്വാമിജി എന്നൊക്കെ പറയണം. നിനക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും നീ പിച്ച തണ്ടണം. ഒരമ്പലത്തിൽ പോയി ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിച്ച തണ്ടണം. പിച്ച തണ്ടിയിട്ട് ആ പിച്ച കിട്ടുന്ന പൈസയും കൊണ്ട് അമ്പലത്തിൽ കാണിക്കിടണം. അതുപോലെ ഒരു ഭക്ഷണം പോലും നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ആനന്ദിനോട് സുധി പറയും, ഇതെവിടുത്തെ ഇതൊന്നും ശരിയാവില്ലേ, ഞാൻ പിച്ച തണ്ടാനോ എന്നൊക്കെ ചോദിക്കുകയാണ് സുധി. അപ്പോൾ ആനന്ദ് പറയും, ശരി സ്വാമിജി എന്ന് പറയാൻ ദക്ഷിണ കൊടുക്കാൻ പറയും ആനന്ദ് സ്വാമിജിക്ക്. അപ്പോൾ സുധി പറയും, എൻ്റെ ആകെ 100 രൂപ ആകെ കൊടുക്കുക പറഞ്ഞിട്ട് സ്വാമിജിക്ക് 100 രൂപയും കൊടുത്തിട്ട് അവർ അമ്പലത്തിൻ്റെ അവിടേക്ക് വരികയാണ്. അമ്പലത്തിൻ്റെ അവിടേക്ക് വരുമ്പോഴേക്കും ആനന്ദ് എവിടെ നിന്നൊക്കെയോ ഒരു ഭിക്ഷക്കാരൻ്റെ മുഷിഞ്ഞ പാൻറ്റും ബനിയനും പിച്ചച്ചട്ടിയും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ആനന്ദ് അവനോട് സുധിയോട് ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഈ ഡ്രസ്സ് ഇടാൻ പറയണ ഡ്രസ്സ് ഇട്ടിട്ട് ഭിക്ഷക്കാരൻ്റെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് സുധിയുടെ മുഖത്തൊക്കെ കുറേ കരിയൊക്കെ തേച്ച് സുധീനെ ശരിക്കൊരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലാക്കിയിട്ട് ഭിക്ഷക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തുമ്പോൾ ഭിക്ഷക്കാർ പറയണം, നീ എന്താ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഭിക്ഷ ശരിക്കും കിട്ടണില്ല, ഞങ്ങൾ യൂണിയനിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ നിന്നുണ്ടല്ലോ. അപ്പോൾ പറയാം, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം സാറേ ഞാനിവിടെ എന്ന് പറയണ സുധി വേറൊരു ഭിക്ഷക്കാരനോട്. സാറേ എന്നൊക്കെ വിളിച്ചിട്ടാട്ടോ സുധി സംസാരിക്കണേ. അപ്പോൾ അങ്ങനെ പറയണം പിച്ചക്കാരനോട് പറഞ്ഞാൽ, ശരി ഇന്നത്തെ ഒരു ദിവസം നീ ഇവിടെ ഇരുന്നോ എന്ന് പറയണം. അപ്പോൾ അമ്മ എന്നിങ്ങനെ വീട്ടിൽ വിളിക്കണ പോലെ പറയണ സുധി, ഇങ്ങനെയല്ലടാ തൊണ്ടക്കാരി വിളിക്കുക, എന്നാലേ വല്ലതും കിട്ടുള്ളൂ പറയണ പിച്ചക്കാരൻ. എന്നിട്ട് അപ്പോൾ സുധി പറയാം, അമ്മ വിശക്കുന്നമ്മ, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറയണ സുധി ഇരുന്നിട്ട്. അപ്പോൾ പിച്ചക്കാരൻ ചോദിക്കുക, നിനക്ക് വിശക്കുന്നുണ്ടോ? അപ്പോൾ ചോദിക്കുക, ഉണ്ട്, എന്നാൽ ഇവിടുന്ന് ഭക്ഷണം കിട്ടുമോ സാറേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്താൽ കിട്ടും പറഞ്ഞിട്ട് ആളുടെ വലിയ മൊബൈലൊക്കെ എടുത്തിട്ട് ഫോണിൽ ഫുഡ് ഓർഡർ ചെയ്യാണ്. അപ്പോൾ സുധി ചോദിക്കുന്നത്, ഇത് സാറിൻ്റെ ഫോണാണ്? ഇതൊരെണ്ണം, ഇതിനെക്കാട്ടിലും വലുതൊരെണ്ണം വീട്ടിലുണ്ട് എന്ന് പറയണം. അപ്പോൾ പിച്ചക്കാരിലും പണക്കാരോ എന്നൊക്കെ ചോദിക്കുകയാണ് സുധി തനിയായിരുന്നിട്ട്. എന്നിട്ട് അയാൾ ഫുഡ് ഓർഡർ ചെയ്ത് സുധിയെ കൂടി വിളിക്കുകയാണ്, വാ നിനക്ക് വിശക്കുന്നില്ല, നിനക്കും കൂടിയുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആനന്ദ് വിളിക്കുമ്പോൾ സുധി എന്തായി പിച്ചയൊക്കെ കിട്ടുന്നുണ്ടോ ചോദിക്കുക. അപ്പോൾ കിട്ടുന്നുണ്ട് പറയും, ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ എൻ്റെ കൂടെയുള്ള സാറ് എനിക്ക് ഭക്ഷണം മേടിച്ചെന്നുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാം. സുധി നിന്നോടല്ലേ പറഞ്ഞ പച്ചവെള്ളം കുടിക്കരുതെന്ന് നേർച്ചയെന്ന് പറഞ്ഞില്ലേ, കഴിക്കരുത്, നീ ചെയ്തതിന് ഫലമില്ലാണ്ടാവും പറയുമ്പോൾ സാറ് എനിക്ക് ഭക്ഷണം വേണ്ട പറഞ്ഞിട്ട് വെജിറ്റബിൾ ബിരിയാണി തിരിച്ചു കൊടുത്തിട്ട് സുധി വീണ്ടും പിച്ചയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് അവിടെ കടന്നു വരുന്നത് ആരാന്നറിയോ? നമ്മുടെ രേവതി. അപ്പോൾ ഒരു യോഗം നോക്കണം, രേവതിയുടെ അടുത്ത് നിന്ന് പിച്ച കിട്ടാനായിരിക്കും സുധിയുടെ യോഗം. അപ്പോൾ ഭയങ്കര സുധി ശരിക്കും ജീവിതത്തിൽ പിച്ച തണ്ടുന്ന ഒരു എപ്പിസോഡെന്ന് വെച്ചാൽ ശരിക്കും പിച്ചക്കാരനായിട്ടുള്ളൊരു സുധീനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. അതാണ് ഇന്നത്തെ കഥ മുഴുവൻ സ്വാമിജിയെ കാണുന്നത്, അമ്പലത്തിലെത്തുന്നതും പിച്ച തണ്ടുന്നതുമായിട്ടുള്ള കഥയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഇല്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, എനിക്കൊരു ഉപകാരം ചെയ്യാം. ഓക്കെ, അപ്പം നാളെ കഥയായിട്ട് നാളെ വരാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.